മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. രചന വാസിം അക്രം. അവതരണം സാലിം കരുളായി. ജനൽ കമ്പിയിൽ പിടിച്ചിരുന്ന് പിടുത്തം മുറുക്കിയ അൽബി. അവൻ്റെ വാക്കുകൾ നെഞ്ചു പൊള്ളിക്കുന്നു. ഓരോ അണവും പൊള്ളിയമ്മന്ന് ചോര വാർന്നത് അറിഞ്ഞു. വേണ്ടാന്ന് വെച്ചിട്ടും കണ്ണുകൾ നിറയുന്നു അവൻ്റെ. ഇരു കണ്ണുകളും കൂട്ടിയടിച്ച് മെഴുനീരിനെ ഒഴുക്കി വിട്ടു. വർഷങ്ങളായി അനുഷ്ഠിച്ച തപസ്സിനെന്ന് ആദ്യമായി തോൽവി. ആ കണ്ണീര് അവൻ്റെ സാധാരണ മനുഷ്യനോടൊത്തി. സ്നേഹമെന്ന വികാരം പൊട്ടിമുളക്കുന്നത് ഒരു ഭീതിയോട് അറിഞ്ഞു ആൽബർട്ട്. ഞാൻ പറയാം, മനസ്സിലെ കല്ലാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. ഒത്തിരി സന്തോഷം ആൽബർട്ട്. അവനിറുകപ്പെടുന്നു ജെയ്സൺ. വേദനക്കിടയിലും ചിരിച്ചു അവനെന്ന സാധാ മനുഷ്യൻ. ജുവൽ ഫയൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് MD റൂമിലേക്ക് നടന്നു. മനസ്സിന് ഉറപ്പില്ലാത്ത രീതിയിൽ വേഗം പിടിക്കുന്നത് അവൾ അസ്വസ്ഥയാക്കി. വോക്ക് സ്റ്റിക്കിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഡോറ് തട്ടിയതും യെസ് കമീൻ എന്നവൻ്റെ വാക്കുകൾ അവളെ തേടി വന്നു. ക്യാബിൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കണ്ടു കസേരയിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുന്ന ആൽബർട്ടിനെ. സാർ, ഫയൽ സൈൻ ചെയ്യണമായിരുന്നു. വാക്കുകൾ പതറിപ്പോകുമ്പോൾ സ്റ്റിക്കിൽ അമർത്തി പിടിച്ച് ആ മിഴികളെ നേരിടാനാകാത്ത കണ്ണുകൾ താഴ്ത്തി തന്നെയായിരുന്നു പറഞ്ഞത്. സൈൻ ചെയ്ത് കഴിയുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. ഫയൽ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് തിരിഞ്ഞു വന്നു. ജുവൽ. നെഞ്ചിൽ മഞ്ഞു കോരിയിട്ട പോലെ നിന്നു അവൾ. വർഷങ്ങൾക്കിപ്പുറം ആ വിളിയിൽ കണ്ണുകൾ ഇറുകയടിച്ചതുണ്ട്. വിൻബി കരഞ്ഞു പോകുമോ എന്ന് തോന്നിപ്പോയി അവൾക്ക്. വീണു പോകാതിരിക്കാൻ മറുകൈ മേശയിൽ അമർത്തി നിന്നു. അവളുടെ ശരീരം വിറകൊള്ളുന്നത് കണ്ടതും അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവളുടെ അടുത്തേക്ക് കാലുകൾ ചലിക്കുമ്പോൾ ജുവലിൻ്റെ ചിന്തകൾ വഴിതെറ്റി ഒഴുകുകയായിരുന്നു. അനങ്ങാനാവാതെ അങ്ങനെ തന്നെ നിന്നുപോയി അവൾ. ജുവൽ, എനിക്കൊരു കാര്യം. അവൻ അടുത്ത് വന്നതും ഹൃദയം തകർന്നു പോകുന്നു പോലും തോന്നിപ്പോയി അവൾക്ക്. ഒരു ചിരി ചുണ്ടിലൊട്ടിച്ചുകൊണ്ട് അവന് നേരെ നോക്കിയവൾ. പക്ഷേ ആ കണ്ണുകളെ നേരിടാനാകാതെ മിഴിഗോളങ്ങൾ താന്നു തന്നെ നിന്നു. എന്താ വിളിക്കേണ്ടെന്ന് പോലും അറിയാതെ മരവിച്ച് പോയിരുന്നവൾ. മന്ത്രം പോലെ തൻ്റെ പേര് ജപിച്ച് ഹൃദയത്തിലിട്ട് കൊണ്ടു നടക്കുന്നവളുടെ മുന്നിൽ നിൽക്കാനാകാതെ മനസ്സിലൊരായിരം കാര്യങ്ങളുണ്ടെങ്കിലും ഒന്നും പറയാനാകാതെ അവന് നിന്നു. ജുവലിൻ്റെ ഹൃദയം അതിൻ്റെ ഇണക്കായി ഒന്നു ചേരാനായി തുടികൊട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ തനിക്കായി മാത്രം തുടികൊട്ടിക്കൊണ്ടിരിക്കുന്ന ഹൃദയത്താളം കേട്ടിട്ടും പല കെട്ടുപാടുകൾക്കിടയിലും മുറുകി അവൻ്റെ ഹൃദയം ശ്വാസമെടുക്കാനാവാതെ പെടും. ഇരു ശ്വാസവും പരസ്പരം പരാതിയും പരിഭവവും പ്രണയവും പങ്കുവെച്ച് ഒരു വരി പോലും പറയാതെ നിന്നു. ജുവൽ, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്നെ കാണാൻ ജെയ്സൺ വന്നിരുന്നു. തന്നെക്കുറിച്ച് അയാൾക്ക് നല്ല വിഷമുണ്ട്. അവനെന്താണ് പറയാൻ പോകുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ശേഷം അവനെ നോക്കി. ആ മിഴികൾ തന്നെ നോക്കാനാവാതെ താഴ്ന്നു നിന്നിരുന്നു. ഹാൻഡ് സ്റ്റിക്കിൽ വിരലുകൾ അമർന്നു തളർന്നു പോകാതിരിക്കാനായി. ജുവൽ, താൻ എന്നെ മറക്കണം. എനിക്ക്. അവൻ്റെ വാക്കുകൾ പ്രതീക്ഷിച്ചെന്ന പോലെ അവനെ നോക്കി ഇരു കണ്ണിലും നീർമുത്തികൾ ഉരുണ്ടുകൂടി. മതി, പ്ലീസ്, ഇനി എന്നോടൊന്നും പറയല്ലേ. എന്തിനാ? ഞാൻ പോയിക്കോളാം. ഇനി ഒരിക്കലും വരില്ല. ഈ കൺമുന്നിൽ നിൽക്കില്ല. പക്ഷെ എന്നോട് മറക്കാൻ മാത്രം പറയരുത്. അതുമാത്രം ജുവലിനെ കൊണ്ട് പറ്റില്ല. പറഞ്ഞുകൊണ്ട് ചുമരിലേക്ക് ചാരിയിരുന്നവൾ ഇരു കൈകളും കൂപ്പി. ജുവൽ, എന്തിനാണോ നീ എന്നെ ഇങ്ങനെ സ്നേഹിച്ച് തോൽപ്പിക്കുന്നത്? എന്നെ കൊണ്ടാവില്ല ജുവൽ. താൻ വേറൊരു വിവാഹത്തിന് സമ്മതിക്കണം. ജെയ്സനത് ആഗ്രഹിക്കുന്നു ജുവൽ. അറിയാം, പക്ഷെ അത് വേണ്ട. ജുവലിന് അവകാശപ്പെട്ടതല്ലെന്നും അറിയാം. കാരണം നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതും അറിയാം. ജുവലിന് വരില്ല, ഞാൻ സത്യം. പക്ഷെ മറക്കാൻ കഴിയില്ല. ജുവലൊരാളെ സ്നേഹിച്ചിട്ടുള്ളൂ, അന്നും ഇന്നും ഇനി എന്നും. പ്ലീസ്, എൻ്റെ ഹൃദയത്തിലേറ്റി കൊണ്ട് നടന്നോളാം, ആരും അറിയാതെ. അവിടെ ഇനി മറ്റൊരാൾക്ക് കഴിയില്ല. ഇനി അങ്ങനെ കഴിഞ്ഞാലും എനിക്ക് അയാളെ സ്നേഹിക്കാൻ കഴിയില്ല. അത് തെറ്റല്ലേ? ഇനിയും തെറ്റുകളും പാപങ്ങളും ചെയ്യാനാവില്ല എനിക്ക്. അവൾ അതും പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ നിന്നു. പിന്നെ വാതിൽ തുറന്ന് വെളിയിലേക്ക് നടന്നു പോകുന്നവളെ നെഞ്ചോട് ചേർക്കാൻ അവൻ്റെ മനസ്സ് വെമ്പി. ശരീരം തളർന്നവർ പോലെ അവൾ പോകുമ്പോൾ വാതിൽ ചാരി നിസ്സഹനായി നോക്കി നിന്നു അവൻ. ജുവൽ, നിൻ്റെ ഈ അവസ്ഥ അതെനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. പക്ഷെ എനിക്കാവില്ല. നിന്നെ ഹൃദയത്തോട് ചേർക്കാനാവില്ല എനിക്ക്. ഭയമാണ് ജുവൽ, എന്തിനോടൊക്കെയുള്ള ഭയം. ആ ചുവരിൽ ചാരി തകർന്നു നിൽക്കുന്നവൻ ഒരു ചുമരിനപ്പുറം നോക്കി കാണുകയായിരുന്നു അവൻ. മേശയിൽ കൈവച്ച് മുഖം പൊത്തി കിടന്നവൻ അവൻ്റെ വാക്കുകൾ ഓർക്കുന്തോറും നെഞ്ചു വീങ്ങുന്നത് അറിഞ്ഞു. ആരുടെയോ സാമീപ്യം അറിഞ്ഞതും മുഖം തുറച്ച് തലയുത്തി നോക്കി. തൻ്റെ മുന്നിലേക്ക് ഒരു കപ്പ് ചായ തട്ടി നീക്കുന്നുണ്ട് അവൻ. ചായ കുടിക്കൂ ജുവൽ. എനിക്ക് വേണ്ട. പറഞ്ഞുകൊണ്ട് സ്റ്റിക്ക് കയ്യിൽ പിടിച്ച് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവൻ കയ്യിൽ പിടുത്തിട്ടിരുന്നു. അവൾ അത് വിടിവിക്കാൻ നോക്കിയതും അവൻ്റെ കാര്യത്തിൽ വേദനിച്ച് നിന്നു അവൾ. എന്നെ വിടാമാ, പ്ലീസ്. വിടാം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം.
നിനക്കെന്നെ ഇഷ്ടമാണോ? ഒരിക്കലും കിട്ടാത്ത സ്നേഹത്തിൻ്റെ പിറകെ എന്തിനാ പോകുന്നത് ജുവൽ? അതും ഒരു പുരോഹിതനായിരുന്ന ആളുടെ. അയാൾക്ക് നിന്നെ ഒരിക്കലും സ്നേഹിക്കാനാവില്ല. പിന്നെ എന്തിനാ? ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ആരെയും സ്നേഹിക്കട്ടവൻ. അങ്ങനെ സ്നേഹിച്ചാൽ നമ്മുടെ സ്നേഹം ആത്മാർത്ഥത ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ അപ്പോൾ അവൻ എന്നെ സ്നേഹിക്കുന്നത് പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് അല്ലേ? പക്ഷേ ജുവലിൻ്റെ പ്രണയത്തിൽ അങ്ങനെയൊന്നുമില്ല. ശരിയാണ് അവൻ പറഞ്ഞത്. എൻ്റെ പ്രണയം അതൊരിക്കലും എൻ്റേതാകില്ലെന്ന് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നെഞ്ചിലിങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത്. അവിടെ വേറൊരാൾക്ക് സ്ഥാനമല്ല, മരിക്കുമ്പോളം. പറഞ്ഞുകൊണ്ട് പോകുന്നവളൊന്ന് നോക്കി നിന്നു. അവൻ തിരിയുമ്പോൾ കണ്ടു തങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന ആൽബർട്ടിനെ. അവൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് നടന്നു. അവൻ, നിങ്ങൾ എന്തിനാ വന്നത്? ആ പാവത്തിനെ വെറുതെ കുത്തി നോവിക്കാനോ? ഒന്ന് പോയിക്കൂടെ തിരിച്ച് അവളുടെ ജീവിതത്തിൽ നിന്നും? പ്ലീസ്, എനിക്ക് അവളെ ഇഷ്ടമാണ്. സാറിങ്ങനെ കൺമുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അല്ല എന്നെങ്കിൽ ചിലപ്പോൾ സമ്മതിച്ചേനെ അവൾക്ക് സാറിനോടുള്ള ഇഷ്ടം. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇനിയും അതേ ഉണ്ടാകൂ. ചേരാൻ പാടില്ലാത്തത് ഒന്നായി കൂടാ. തൻ്റെ മുഖത്ത് നോക്കി പറയുന്ന അവനെ നേരൊരു വാക്ക് പോലും പറയാനാകാതെ നിന്നുപോയി ആൽബർട്ട്. സാറിന് അവളെ ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ അവളത് മനസ്സിലാക്കുന്നില്ല. ഒരുതരം ഭ്രാന്ത് പോലെ പ്രണയിക്കുക. ദേഷ്യത്തോടെ ചുവരിൽ ആഞ്ഞടിക്കുന്നവനോട് പറയാൻ തോന്നി ആൽബർട്ടിൻ്റെ ഇഷ്ടമാണ് അവളെന്ന്. അവളുടെ കണ്ണുനീര് തനിക്ക് താങ്ങാനാകില്ലെന്ന്. പക്ഷേ പ്രണയമാണെന്ന് സ്വയം തിരിച്ചറിയാനാവാതെ നിന്നുപോയവൻ പിന്നെ ഒരു മറുപടിയും പറയാതെ വെളിയിലേക്ക് നടന്നു പോയിരുന്നു ആൽബി. പാർക്കിങ്ങിൽ പോയി കാറിൻ്റെ ഡോറ് തുറന്ന് സീറ്റിലേക്ക് കയറിയിരുന്ന് സീറ്റ് ബെൽറ്റ് ഇട്ട് ചാരിയിരുന്നു. പിന്നെ സ്റ്റിയറിംഗ് തിരിച്ച് ആക്സിലേറ്റർ കാലം നിർത്തി. ഒരിക്കൽ പോലും ഇല്ലാത്ത രീതിയിൽ തൻ്റെ മനസ്സ് പിടിവിടുന്നത് പോലെ വേണ്ടെന്ന് വെച്ചിട്ടും അവളുടെ രൂപം കൺമുന്നിൽ തന്നിലേക്ക് ഊർന്നിറങ്ങുന്നു. ഒരിക്കലും മോചനമില്ലാത്ത രീതിയിൽ. അവൻ്റെ ഓർമ്മകൾ കുറച്ച് ദിവസം പിറകിലേക്ക് പോയി. തന്നാദ്യമായി കണ്ടപ്പോഴുള്ള അതിശയവും ഞെട്ടലും, അവളുടെ ആരോഗ്യവും മോശമായതും, ജെയ്സന്റെ വാക്കും അവന് കൊടുത്ത ഉറപ്പും, അവളുടെ മറുപടി, അങ്ങനെയല്ല. ആ ഹൃദയത്തിൽ നിന്നും താൻ ഒരിക്കലും അവൾ പടിയിറക്കി വിടില്ലെന്ന് തനിക്കിന്ന് മനസ്സിലായിരിക്കുന്നു. ജെയ്സന് കൊടുത്ത വാക്ക് ഇത് തനിക്ക് നിറവേറ്റാൻ പറ്റുമോ? അവളുടെ പ്രണയം അത് ആൽബർട്ടിനെ തോൽപ്പിക്കുകയാണ്. ഇപ്പോൾ അവൻ്റെ ചിന്തകളിൽ അവളാണ്, അവളുടെ കണ്ണുനീരാണ്. അത് തന്നെ കൊല്ലാതെ കൊല്ലുവാണ്. അവൾ അടുത്ത് വരുമ്പോൾ ദേഹം തളരുന്നതും ഹൃദയം തുടികൊട്ടുന്നതും എന്തുകൊണ്ടാണ്? ഇതാണോ പ്രണയം? ഇതാണ് പ്രണയമെങ്കിൽ ആൽബർട്ട് ഇമാനുവൽ ജുവൽ മേരിയ തോമസിനെ പ്രണയിക്കുന്നു. അതോർത്തതും ഹൃദയം പതിവിന് വിപരീതമായി ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരുന്നു. അതും പ്രത്യേക ഒരു താളത്തിൽ, ജുവൽ എന്ന താളത്തിൽ. അവൻ്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു, അവൻ്റെ ആ മനോഹരമായ ചിരി. പെട്ടെന്നൊരു വണ്ടി കടന്നു വന്നതും കാതടിപ്പിക്കുന്ന ഹോണ് കേട്ടതും ചിന്തയിൽ നിന്നും ഉണർന്ന് ഉൾഭായത്തൊട്ട് സ്റ്റിയറിംഗ് വെട്ടിച്ചതും ഒരു മരത്തിൽ ചെന്നിടിച്ച് നിന്നിരുന്നു കാറ്. ചില്ല് തകർത്ത് തല വെട്ടിപ്പൊളിക്കുന്ന വേദനയോടെ സ്റ്റിയറിംഗിൽ അമർന്ന് ഇടിയുടെ ആഘാതത്തിൽ ഡോർ തുറന്ന് ആൽബർട്ട് വെളിയിലേക്ക് തെറിച്ചു വീണിരുന്നു. തലൊരു കല്ലിൽ പോയി അടിച്ച് കണ്ണുകൾ കുമ്പി അടയുമ്പോഴും അവൻ അറിഞ്ഞു കൊഴുത്ത ദ്രാവകം തന്നിൽ നിന്നും ഒഴുകുന്നതായി. ജുവൽ. ആ നിമിഷം അവനിൽ ആ മുഖമായിരുന്നു. തന്നെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന, തന്നിൽ പ്രണയത്തിന്റെ വിത്തുകൾ പാകിയ ജുവലിന്റെ മുഖം. ഹലോ, ഈ ഫോണിൻ്റെ ഉടമയ്ക്കൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടേ. മരത്തലകളിൽ നിന്നും കേൾക്കുന്ന ഒരു പോലീസുകാരൻ്റെ സ്വരം കാതിലൂടെ കുത്തിക്കയറി തുളച്ചു പോകുന്ന പോലെ തോന്നി ജോമോന്. കയ്യിൽ നിന്ന് ഫോൺ ഊർന്ന് താഴേക്ക് വീണു. അവൻ്റെ മുന്നിൽ ഫയലുമായി നിൽക്കുന്ന ജുവലിൻ്റെ മുഖം ഭയത്താൽ വിടർന്നു. ഇടനെഞ്ചിൽ ശക്തമായി ആരോ പ്രഹരിക്കും പോലെ കണ്ണുകൾ നിറഞ്ഞ് തന്നെ നോക്കി നിൽക്കുന്ന ജോമോനെ നോക്കാനാവാതെ മിഴികൾ താഴ്ത്തി മേശയിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിന്നു. അവനിൽ നിന്നും കേൾക്കാൻ പോകുന്ന വാർത്ത അത് തൻ്റെ ഹൃദയം തകർന്നു പോകുന്നതാണെന്ന് ഉള്ളിൽ നിന്ന് ആരോ പറയും പോലെ. അത് പിന്നെ ജുവൽ, അത് ആൽബർട്ടിനൊരു ആക്സിഡൻറ്റ്, കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജോമോനിൽ നിന്നും കേൾക്കുന്ന വാക്കുകൾക്ക് മറുപടിയില്ലാതെ ഒന്നും മിണ്ടാതെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ വാതിൽ തുറന്നിറങ്ങി നടന്നു. വേച്ചു പോകാതിരിക്കാൻ ചുമരിൽ താങ്ങുന്നുണ്ട്. അവളുടെ ദേഹം വിറകൊള്ളുന്നത് അറിഞ്ഞ് ജോമോൻ നോക്കി നിന്നതും കണ്ടു അവൾ കുടഞ്ഞു വീണത്. അവൻ ഓടിച്ചെന്നിരുന്നു. ആ സമയം ജുവൽ മോളെ. അവളെ താങ്ങി പിടിച്ച് ജോമോൻ. അപ്പോഴേക്കും അനുവും വന്നിരുന്നു. എന്താ സാർ, എന്ത് പറ്റി ജുവലിന്? അത് ആൽബർട്ടിനൊരു ആക്സിഡൻറ്റ്. പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. സന്തോഷ്, കാറെടുക്ക് വേഗം പറയുകയും അവൾ ഇരു കൈയിലും പൊക്കിയെടുത്ത് ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് നടന്നിരുന്നു ജോമോൻ. അപ്പോഴേക്കും അമനും വന്നു. സർ, ജുവലിന് എന്താ പറ്റിയത്? അത് ചെറിയൊരു തലകറക്കം, ആൽബർട്ടിന് ആക്സിഡൻറ്റ് പറ്റി. അത് പറഞ്ഞപ്പോൾ അത് കേട്ടതും അമനിലൊരു അസ്വസ്ഥത നിറഞ്ഞു. അനുവിൻ്റെ മടിയിൽ കിടത്തി കൂടെ കയറി ജോമോനും അവരുടെ കൂടെ അമനും. ജയ്സ, ഒന്ന് പെട്ടെന്ന് വാ മെഡിക്കൽ കോളേജിലേക്ക്. അത് പിന്നെ ആൽബർട്ടിനൊരു ആക്സിഡൻറ്റ്. അതറിഞ്ഞപ്പോൾ ജുവൽ തളർന്നു വീണു. ഹോസ്പിറ്റലിലേക്ക് വേഗം വാ. ജയ്സ, എനിക്ക് കൈയും കാലും ഓടാത്ത പോലെയാടാ. പറയുമ്പോൾ ജോമോൻ്റെ സ്വരം ഇട്ടിരിക്കുന്നു.
അവളെ ക്യാഷ്വാലിറ്റിയിലേക്ക് കയറ്റിയതും മമാനെയും കൂട്ടിക്കൊണ്ട് ICUവിലേക്ക് ഓടിയിരുന്നു ജോമോൻ. അവൻ വാതിൽക്കൽ നിൽക്കുന്ന 2 പോലീസുകാരുടെ അടുത്തേക്ക് വിറയിലോട് ചെന്നു. അത് ഞാൻ ആൽബർട്ടിൻ്റെ ചേട്ടനാണ്. അവന് ഒരാൾ വരാൻ വേണ്ടി കാത്തുന്നതാണ് ഞങ്ങൾ. നിങ്ങൾ വരുമ്പോൾ ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. കാറ് നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കായിരുന്നു. ആരുടെയോ ഭാഗ്യം കൊണ്ടാ ബ്ലഡ് കുറച്ച് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. ആള് കോൺഷ്യസ് ആണ്. അതിലൊരു പോലീസുകാരൻ ജോമോൻ്റെ തോളത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞെങ്കിലും ആശ്വാസത്തോടെ ചുമരിലേക്ക് ചാഞ്ഞു നിന്നു. അവൻ കണ്ണുകൾ ചിമ്മി തുറന്നതും കറങ്ങുന്ന ഫാനിലേക്ക് നോക്കിക്കിടക്കുന്നു ജുവൽ. കണ്ണുനീര് ഹൃദയം ഇതിൻ്റെ ഇണക്കായി കരഞ്ഞുകൊണ്ടിരുന്നു. ജുവൽ മോളെ. അനുവിൻ്റെ വിളിയിൽ കണ്ണുകൾ ഇറുകിയടച്ചുകൊണ്ട് കണ്ണുനീരിനെ ഒഴുക്കി വിട്ടു അവൾ. ഇരുകൈയോടെയും ബലത്തോടെ ബെഡിൽ അമർത്തിക്കൊണ്ടിരുന്നവളുടെ മാനസിക സമ്മർദ്ദം അവളുടെ വലിഞ്ഞു മുറുകുന്ന മുഖത്തിലൂടെ അറിയാം. അവനായി മാത്രം തുടിക്കുന്ന ആ ഹൃദയം മലമുറയിടുന്നത് അറിഞ്ഞു. അവന് ബെഡിലെ പിടുത്തത്തിൻ്റെ ബലം കൂടിയതും ക്യാനലിലൂടെ ചോര വാർന്നിറങ്ങി. ജുവൽ എന്തേ കാണിക്കുന്നേ? അടങ്ങി കിടക്ക്. സാറിനൊന്നും പറ്റിയിട്ടില്ല. ചെറിയൊരു അപകട. നീ ഇങ്ങനെ ടെൻഷൻ ആവതേ. അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചതും ജുവൽ അവളെ ഒരു വട്ടം കെട്ടിപ്പിടിച്ചിരുന്നു. അനുവിൻ്റെ വയറിൽ മുഖം അമർത്തിക്കൊണ്ട് നിലവിളിച്ച് ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാനായി അനു അവളെ വയറിനോട് ചേർത്ത് പിടിച്ചു. ഞാൻ കാരണ. അതുകൊണ്ടാനു ഞാൻ കാരണം. എനിക്ക് പറ്റില്ലാനു. ഞാൻ മരിച്ചു പോകും. എൻ്റെ പ്രണയം, എൻ്റെ പ്രാണനാനും. എനിക്ക് ശ്വാസം പറയുകയും ശ്വാസം കിട്ടാതെ കണ്ണുകൾ തള്ളി വന്നിരുന്നു. അവളുടെ ശരീരം പിറകൊണ്ടൊന്നും പേടിയോടെ ചേർത്ത് പിടിച്ചു. അനു ഡോക്ടർ. അനു ജുവല് അവൾക്ക് എങ്ങനെയുണ്ട്? ഡോക്ടർ ഇപ്പം എന്താ പറഞ്ഞത്? ജാസ്മിൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾക്ക് ആ ശ്വാസം മുട്ടൽ വീണ്ടും ഉണ്ടായി. അവളുടെ സ്ഥിതി കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു ജാസ്. ഇങ്ങനെ ഒരാൾക്ക് പ്രണയിക്കാൻ പറ്റുമോ? ജെയ്സൺ ചേട്ടായി, സാറിന് എന്തെങ്കിലും പറ്റിയാൽ അവൾ നെഞ്ചു പൊട്ടി മരിക്കും, അല്ലെങ്കിൽ ജീവൻ വെടിയും. അത് ഉറപ്പാ. അനു അതും പറഞ്ഞ് ജാസ്മിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും അവൻ അത് കണ്ടു വന്നിരുന്നു. ദേഷ്യത്താൽ അവൻ്റെ മിഴികൾ കുറുകി.